നമസ്കാരം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അധ്യക്ഷതയിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ഗവർണർമാരുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. കേരളത്തിന്റെ ആവശ്യങ്ങളെ തുറന്നുകാട്ടാൻ കച്ചകെട്ടി ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. യോഗത്തിൽ വയനാട്ടിലുണ്ടായ ദുരന്തം ശക്തമായി ഉന്നയിക്കുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിന് ആവശ്യമായ സാമ്പത്തിക പാക്കേജ് പോലും ആവശ്യപ്പെടുമെന്ന് ഗവർണർ അറിയിച്ചിട്ടുണ്ട്. വയനാടിന്റെ പുനർനിർമ്മിതി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യും. മാത്രമല്ല, അവിടെ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു വിദ്യാലയം ഉണ്ടായിരുന്നു. ആ വിദ്യാലയം പുനർനിർമ്മിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവർണർ ആവശ്യപ്പെടും. അപകടമുണ്ടായ സമയം തന്നെ പ്രധാനമന്ത്രിയുമായി നിരന്തരം ബന്ധപ്പെടുകയും വയനാട്ടിലെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് കൂടുതൽ സൈന്യത്തെ രക്ഷാപ്രവർത്തനത്തിനായി വയനാട്ടിലേക്ക് എത്തിച്ചതും രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ബെയിലി പാലം അതിവേഗം നിർമ്മിച്ചതും. കേരളത്തിലെ സർക്കാരിന്റെ വീഴ്ചകൾ ഓരോന്നായി ചൂണ്ടിക്കാട്ടുമെന്നും നമുക്ക് ഉറപ്പിക്കാം. കേന്ദ്രമന്ത്രി അമിത്ഷാ കൃത്യസമയത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയതാണ്. എന്നാൽ അത് വിലവെക്കുകയോ അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകുകയോ ചെയ്തില്ല. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു 2018 മഹാപ്രളയം. അതിനുശേഷം 2019, 20, 21 എന്നീ കാലഘട്ടങ്ങളിലെല്ലാം കേരളത്തിലെ ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു. എന്നിട്ടും പഠിച്ചില്ല കേരള സർക്കാർ. സമയത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകുകയോ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ ദുരന്തത്തിലേക്ക് നാം എത്തില്ലായിരുന്നു. സർക്കാരിന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധയാണ് ഈ ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. അപകടമുണ്ടായി ഒരുപാട് പേർക്ക് അവിടെ കൂടപ്പിറപ്പുകളെ നഷ്ടമായി. എന്നിട്ടും ആ ദുരന്തമുഖത്തേക്ക് എത്തിയത് 3-ാം നാൾ മാത്രം. ക്യാമ്പ് സന്ദർശിക്കാനെത്തിയിട്ട് അകത്തോട്ടൊന്ന് പ്രവേശിക്കുകയോ ജനങ്ങളെ ഒന്ന് നേരിൽ കാണുകയോ ചെയ്തില്ല. ഇനിയും എന്തിനാണ് പാവം ജനങ്ങളുടെ മുന്നിൽ ഈ നാടകം എന്ന് മാത്രമേ സർക്കാരിനോട് ചോദിക്കുവാനുള്ളൂ. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ബെയിലി പാലം നിർമ്മാണം പൂർത്തിയായി എന്നും പറഞ്ഞുകൊണ്ട്. രാവും പകലും ഇല്ലാതെ ഊണും ഉറക്കവും ഇല്ലാതെയാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിനായി കഷ്ടപ്പെടുന്നത്. അവരുടെ ഒറ്റ പ്രയത്നം കൊണ്ടാണ് ബെയിലി പാലം നിമിഷ നേരം കൊണ്ട് സജ്ജമായത്. എന്നിട്ടും സൈന്യത്തെ പ്രശംസിക്കാനോ ഇന്ത്യൻ സൈന്യം എന്ന് പറയാനോ മന്ത്രി മുഹമ്മദ് റിയാസിന് കഴിഞ്ഞില്ല. പാലം പണി പൂർത്തിയാക്കിക്കൊണ്ട് പാലത്തിലൂടെ ഓരോ ഇന്ത്യൻ സൈന്യവും ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ ആവേശം പങ്കിടുമ്പോൾ കണ്ടു നിൽക്കുന്ന ആർക്കാണെങ്കിലും ഒരു നിമിഷം കണ്ണു നിറഞ്ഞു പോകും. എന്നിട്ടും മന്ത്രി റിയാസ് സൈന്യത്തെ പ്രശംസിക്കാതെ പോയത് തന്നെ ദുഃഖകരമാണ്. മാത്രമല്ല, സമീപത്ത് മറ്റൊരു പാലം നിർമ്മിക്കുന്നത് വരെ ബെയിലി പാലം പൊളിച്ചു മാറ്റുകയില്ല എന്നും സൈന്യം ഉറപ്പു നൽകിയിട്ടുണ്ട്. രാഷ്ട്രപതി ഭവനിൽ ചേരുന്ന യോഗത്തിൽ ഗവർണർമാരെ കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, വിവിധ കേന്ദ്രമന്ത്രിമാർ, നീതി ആയോഗ് പ്രതിനിധികൾ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ ചേരുന്നുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ രാജ്യം എന്തായാലും വയനാടിനൊപ്പം തന്നെ നിൽക്കും. എന്തായാലും ഗവർണറുടെ ഇടപെടലുകളുടെ ഫലമായി കേരളത്തിന്റെ ആവശ്യങ്ങൾ, അതായത് സാമ്പത്തികമായും രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായും കൂടുതൽ സജ്ജീകരണങ്ങൾ കേന്ദ്രം ഉറപ്പാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.